നമസ്കാരം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന വിശിഷ്ട ചടങ്ങായിട്ടുള്ള നിറപുത്തരി ചടങ്ങ് ഇത്തവണയും അതീവ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ഇത്തവണത്തെ നിറപുത്തരി ചടങ്ങിനൊരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. പരമ്പരാഗതമായിട്ടുള്ളൊരു ആചാരമുണ്ട്. ഈ നഗരത്തിൻ്റെ തലവനോ അല്ലെങ്കിൽ നഗരത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നയാൾ ആരാണോ ആ വ്യക്തി ഈ പത്മനാഭന് ചാർത്തുവാനുള്ള നിറപുത്തരി തലച്ചുമടായി കൊണ്ടുചെന്ന് പത്മനാഭൻ അർപ്പിക്കണമെന്നുള്ളത്. 48 വർഷങ്ങളായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭയിൽ അത്തരത്തിലൊരു ചടങ്ങിനെക്കുറിച്ച് ചിന്തിക്കുക പോലും അനന്തപുരം നിവാസികളെ സംബന്ധിച്ച് കഠിനമായിരുന്നു എന്നല്ല, ഇന്ന് അസംഭവ്യമായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തിരുവനന്തപുരം BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തത്വമയി ന്യൂസിലൂടെ അനന്തപുരം നിവാസികൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണത്തെ നിറപുത്തരി ചടങ്ങ് പുത്തരിക്കണ്ടത്ത് നിന്ന് നെല്ല് കൊയ്ത് നിറപുത്തരി കൊയ്ത് മേയർ തന്നെ തലച്ചുമടായി ശ്രീപത്മനാഭൻ അർപ്പിക്കും എന്നുള്ള വാഗ്ദാനം ശ്രീ കരമന ജയൻ തത്വമയി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് നൽകിയിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ അടുത്ത നിറപുത്തരിക്ക് പുത്തരിക്കണ്ടത്ത് നിന്ന് വിളയിച്ചെടുക്കുന്ന കതിരായിരിക്കും. പുത്തരിക്കണ്ടത്ത് വിളയിക്കുന്ന കതിരുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് തലയിൽ ചുമന്ന് വാദ്യഘോഷങ്ങളോടുകൂടി ആചാരനിഷ്ഠയോട് ഭക്തിയോടുകൂടി മേയർ കൊണ്ട് വരുന്നത് ഞങ്ങൾ അത് ഏറ്റുവാങ്ങാൻ പോവുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഭരണസമിതി അംഗം മാത്രമല്ല, ഒരു BJP പ്രവർത്തകനായിട്ടുള്ള മേയർ കൊണ്ടുവരുന്നത് ഏറ്റുവാങ്ങാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പോലും അത് മറ്റൊരു നിയോഗമാണ്. അതും ഒരു അപൂർവമാണ്. ഇനി അതാർക്കും വേറെ ആർക്കും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും അത് ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. അപ്പോൾ ശ്രീ കരമന ജയന് വ്യക്തിപരമായിട്ട് തത്വമയി ന്യൂസിൻ്റെ ഭാഗത്തു നിന്നൊരു അഭിനന്ദനങ്ങൾ. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷ് തന്നെ പറഞ്ഞതുപോലെ കരമന ജയൻ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ച് പുത്തരിക്കണ്ടം മൈതാനത്ത് നിറപുത്തരി വിളയിച്ചെടുക്കുവാനുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളും ചെയ്ത് അതിൻ്റെ പിന്നാലെ നടന്നത് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യം. കൂടാതെ പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് ഇന്നേ ദിവസം നിറപുത്തരി കൊയ്ത് കറ്റ കൊയ്ത് മേയർ അത് തലയിലേറ്റി പത്മനാഭസ്വാമിക്ക് അർപ്പിച്ച ചടങ്ങുകൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു ചരിത്രത്തിൻ്റെ പുനരാവർത്തനമായിരുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളുടെ തിരിച്ചുവരവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 48 വർഷങ്ങളായി ആരും യാതൊരു പ്രാധാന്യവും നൽകാതിരുന്ന ഈ ചടങ്ങിനെ തിരിച്ചു കൊണ്ടുവന്നതിലൂടെ 48 വർഷമായി ഈ ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. അതിനു മുൻപ് ഏറെക്കാലം മുൻപ് തന്നെ മാറി മാറി വന്ന ഇടതുപക്ഷ വലതുപക്ഷ എന്ന് ഉദ്ദേശിക്കുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകളാണ്, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാരുകളാണ് ഈ ചടങ്ങുകളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. പക്ഷേ അനന്തപുരം നിവാസികൾക്ക്, തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ച് ശ്രീപത്മനാഭൻ്റെ നിറപുത്തരി എന്ന് പറയുന്ന ശ്രീപത്മനാഭന് നിറപുത്തരി ചാർത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവരുടെ ആത്മാവിനോട് ചേർന്ന ഒരു ചടങ്ങ് തന്നെയാണ്. കാരണം പുതുവർഷത്തിൻ്റെ കൊയ്ത്തുകാലത്തിൻ്റെ തുടക്കത്തെ വിളിച്ചറിയിക്കുന്ന ഓഗസ്റ്റ് 3-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ നിറപുത്തരി ചടങ്ങ്. ഇന്നേ ദിവസം മുതൽ തുടങ്ങി ഈ കറ്റ അർപ്പിക്കുക, അങ്ങനെയുള്ള ഇനി മുതൽ പൂജകളും അത് സംബന്ധിച്ച ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഇനി വരും ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് മേയർ VV രാജേഷിനും കരമന ജയനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കാത്ത തരമില്ല. കാരണം അത്രയധികം നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭത്തിനായി അവർ മുന്നിട്ടിറങ്ങിയത്. പത്മനാഭസ്വാമിക്ക് വേണ്ടിയാകുമ്പോൾ ശ്രീ കരമന ജയനെ പോലെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സംരംഭമായിട്ടൊന്നും ഒരിക്കലും അനുഭവപ്പെടില്ല എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. തന്നെയുമല്ല, ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോയിൽ കണ്ടതുപോലെ അദ്ദേഹം സംശയത്തിനിടമില്ലാത്ത വിധം ഒരു വാഗ്ദാനമായി തന്നെ അനന്തപുരം നിവാസികൾക്ക് ഇത് സംഭവിച്ചിരിക്കും എന്ന വാഗ്ദാനം നൽകിയതാണ്. അത് ഇന്ന് അദ്ദേഹത്തിലൂടെ മേയർ VV രാജേഷ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഇന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഈ വർഷം ചടങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ മേയറുണ്ടായിരുന്നു. ചടങ്ങിൻ്റെ പ്രധാന പ്രത്യേകത തന്നെ പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ശിരസിലേറ്റിയിട്ടാണ് ഈ പുതുനെൽക്കറ്റകൾ പത്മനാഭസ്വാമിക്ക് തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് ഉപചാരപൂർവ്വം അർപ്പിച്ചത്. അതുതന്നെ ക്ഷേത്രാചാരങ്ങളുടെ മഹത്വം കാത്തു സൂക്ഷിക്കുവാൻ എത്രത്തോളം BJP നഗരസഭാ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം വലിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അനന്തപുരം നിവാസികൾ പറയുന്നത്. കാരണം പഴമക്കാരെന്നാണ് അനന്തപുരം നിവാസികൾക്ക് ഒരുപാട് കാലങ്ങളായി ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നത് കണ്ട് മനസ്സ് വിഷമിച്ചിരുന്ന ആളുകളെ പഴമക്കാരെ പറയുന്നത് പഴമക്കാരെന്ന് തന്നെയാണ്. നിരവധി അനന്തപുരം നിവാസികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജന്മസാഫല്യമാണ് ഇന്ന് കണ്ട കാഴ്ച. നഗരപിതാവ് തന്നെ പുതുനെൽക്കറ്റകൾ തലച്ചുമടായി പത്മനാഭൻ അർപ്പിക്കുന്നത് എന്നത് തീർച്ചയാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സനാതന സംസ്കാരത്തിൽ കൃഷിയും ക്ഷേത്രാചാരങ്ങളും എത്രത്തോളം ഇടപഴകിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്ന് നാം കണ്ട ഈ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഭക്തി നിർഭരമായ ഒരു കാഴ്ച. ചെണ്ടമേളങ്ങളുടെയും ക്ഷേത്രവാദ്യങ്ങളുടെയും ഒക്കെ അകമ്പടികളോടുകൂടി പത്മനാഭ എന്നുള്ള വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി ഭക്തി നിർഭരമായ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിൽ നടന്ന ഈ ഒരു ചടങ്ങ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞത് തത്വമേ ന്യൂസിൻ്റെയും പുണ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ശ്രീ കരമനജയൻ നൽകിയ വാഗ്ദാനം, ആ വാഗ്ദാനം പാലിക്കപ്പെട്ട സംഭവം ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ നഗരപിതാവ് പുതുനെൽക്കറ്റകൾ തലച്ചുമടായി ചുമന്ന് പത്മനാഭൻ്റെ മുൻപിൽ ഭക്തിപുരസ്സരം അർപ്പിച്ച പത്മനാഭനെ ചാർത്തുവാൻ വേണ്ടി ഭക്തിപുരസ്സരം അർപ്പിച്ച ഈ ചടങ്ങിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾ തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർ ഈ ചടങ്ങിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ ചടങ്ങ് കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിലൊരു ആചാരനിഷ്ഠയോടുകൂടിയുള്ള ഒരു ചടങ്ങ് നടക്കുമെന്ന് തിരുവനന്തപുരം നിവാസികൾ പ്രതീക്ഷിച്ചിരുന്നു. എപ്പോഴെങ്കിലും ഇത് തിരികെ വരും. ഈ ഒരു ആചാരം ഞങ്ങൾക്ക് അനന്തപുരം നിവാസികൾക്ക് തിരികെ ലഭിക്കും. പത്മനാഭന് ചാർത്തുവാനുള്ള പുതുനെൽക്കറ്റകൾ നഗരത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി തന്നെ തലച്ചുമടായിക്കൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളായും ഉത്തരങ്ങളായും ഞങ്ങളോട് പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തത്വമേ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.